ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫിലോഡെൻഡ്രോൺ ചെടി ഡാമേജായി, അപ്പോൾ അതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് നല്ല ബുഷിയായിട്ടുള്ള ചെടി നമുക്ക് ലഭിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കാം. ഇതിനകത്ത് ഇനിയും പുതിയ ചെടികൾ വരും. ഇതിൽ കുറച്ചും കൂടെ പോട്ടി മിക്സറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുതിയ ചെടി വരും. ഇനി ഈ കട്ട് ചെയ്തതിനെ നടാനായിട്ട് നമ്മളിതാ പൊട്ടി മിക്സർ റെഡിയാക്കിയിരിക്കുകയാണ്. ചാണകപ്പൊടിയും അതുപോലെ മേൽമണ്ണും മിക്സ് ചെയ്ത് കുറച്ച് ചകിരി പീസസൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നീർവാർച്ച ഉണ്ടായില്ലെങ്കിൽ മണ്ണ് നല്ല ഇതായി നിൽക്കും. നനവോടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നീർവാർച്ച ഉണ്ടാകാനായിട്ട് മണൽ മിക്സ് ചെയ്തിട്ടുണ്ട്. മേൽമണ്ണും മണലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ചകിരി പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നട്ട് വയ്ക്കാം. ഇത് 2 പീസ് നടാം, ഇത് 4 പീസുണ്ട്, 4 വേണമെങ്കിൽ നടാം. ഇത് 4 നട്ട് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വരും. അതല്ലെങ്കിൽ ഇതിനെ രണ്ട് ചട്ടിയിലായിട്ട് നടണമെങ്കിൽ നടാം. ഞാൻ എന്തായാലും ഇത് 4 കൂടെ ഒരെണ്ണത്തിൽ നടാൻ പോവാണ്. ഇപ്പോൾ ഫിലോഡെൻഡ്രോൺ പല വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ പ്രോപ്പഗേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന സോയിൽ കാര്യമായിട്ടുള്ള ഇനി വളങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ട. ഡെയിലി നനയ്ക്കണം. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം, പക്ഷേ വെയിൽ കൊള്ളരുത്. ആ രീതിയിൽ നമ്മളിതിനെ വെക്കാമെങ്കിൽ 2 ആഴ്ച കൊണ്ടുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ള ഫിലോഡെൻഡ്രോൻ്റെ ഡെവലപ്മെൻറ്റ്. കണ്ടു, ഇതുപോലെ ബുഷായിട്ട് നമുക്ക് ഈ ചെടി കിട്ടും. ഇത് നമുക്ക് ഇനി ഒരു നല്ല വെള്ള പോട്ടിലായിട്ട് ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പിന്നെ വർക്ക് ഏരിയയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ആ രീതിയിൽ നല്ല ബുഷായിട്ട് നല്ല കണ്ടു, ഇതേപോലെ നല്ല ഉറച്ച് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും വേര് പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് വെച്ചോടത്തൊന്നും ഉണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് വേര് വന്നിട്ടുണ്ടെങ്കിലും വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന്. ഇതാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ വിശേഷങ്ങൾ. ഈ ഫിലോഡെൻഡ്രോൺ തയ്യ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പല വലിപ്പത്തിലും പല ഷേപ്പിലുമുള്ള ഇലകളുള്ള ഫിലോഡെൻഡ്രോണുകളുണ്ട്. നമുക്ക് ഓരോ ടൈപ്പ് ഫിലോഡെൻഡ്രോണിനെയും പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലിടാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഫിലോഡെൻഡ്രോൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തൊക്കെ സഹായിക്കണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.